ഇവിടെ ഞാൻ ശ്രീ പ്രേംകുമാർ ഏതായാലും ബേസിൽ തന്നെ ഇന്നത്തെ വാർത്താ സമ്മേളനം എടുത്തിട്ടതുകൊണ്ട് ഞാൻ അതുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒന്ന് രണ്ട് അനുഭവം പറയാം. ജന്തർ മന്ദറിൽ സർക്കാർ സമരം നടത്തി കേന്ദ്ര സർക്കാരിനെതിരെ, കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നതിനെതിരെ വളരെ അത്യപൂർവമായ ഒരു സമരമാണ്. അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ദില്ലിയിൽ ചെന്നപ്പോൾ മുഖ്യമന്ത്രി അതുമായി ബന്ധപ്പെട്ട് കേരള ഹൗസിൽ വാർത്താ സമ്മേളനം വിളിച്ചു. ഞാൻ ദില്ലിയിൽ ആ വാർത്താ സമ്മേളനം ഇരിക്കുമ്പോൾ മാധ്യമപ്രവർത്തകർ അതൊഴികെ ബാക്കി സകലമാന കാര്യങ്ങളിലും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കാൻ മത്സരിക്കുന്നത് കണ്ടു. ഇങ്ങനൊരു പ്രധാനപ്പെട്ട സമരം എന്തുകൊണ്ട് കേരളം ഏറ്റെടുക്കുന്നു, എന്താണ് ഇതിൻ്റെ പിന്നിലത്തെ ചേതോവികാരം എന്ന് പറയുന്ന അതിലേക്ക് പോകുന്ന ഒരു ചോദ്യം പോലും ഇല്ലാത്ത വിധമുള്ള ഒരു സെറ്റിംഗ് കാണുകയും അതിനകത്തുകൂടി ചോദ്യം ചോദിക്കാൻ ഇന്നീ പറഞ്ഞതുപോലെ തന്നെ ബുദ്ധിമുട്ടി ചോദിച്ചയാളാണ് ഒരു മാധ്യമപ്രവർത്തകനായ ഞാൻ. നവകേരള സദസ്സ് നടക്കുമ്പോൾ ഞാൻ വടക്ക് എന്ന് പറയത്തില്ല, തൃശ്ശൂർ കഴിയുമ്പോൾ മുതൽ കണ്ടൊരു പാറ്റേൺ ഈ പറഞ്ഞതുപോലെ വളരെ സംഘടിതമായി, സ്വാഭാവികമായിട്ട് മാധ്യമപ്രവർത്തനത്തിന് ഓരോ മാധ്യമത്തിനും കൃത്യമായ എഡിറ്റോറിയൽ നിലപാടുണ്ട്, രാഷ്ട്രീയ പാർട്ടികളോട് കൃത്യമായ താല്പര്യങ്ങളുണ്ട്, മാധ്യമപ്രവർത്തകർക്ക് കൃത്യമായ പക്ഷം ചേരലുണ്ട്. ഇത് വെച്ച് സെറ്റ് ചെയ്തിട്ട്, മുമ്പ് പറഞ്ഞ സെറ്റ് ചെയ്തിട്ട് ഇതിനിടയിലൂടെ ചോദ്യം ചെയ്യിക്കാൻ അവരും അതുപോലെ തന്നെ ചോദ്യം ചോദിക്കാൻ ഞാനും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കുറേ ചോദ്യങ്ങളൊക്കെ മുഖ്യമന്ത്രി എല്ലാവരും ചോദിക്കാൻ ശബ്ദമുയർത്തി തന്നെ ചോദിക്കും. അതിൽ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തുന്നത് മുഖ്യമന്ത്രി അതിന് മറുപടി പറയാൻ ശ്രമിക്കും. അതിൽ ഒരുപാട് തവണ എൻ്റെ ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റു ബഹളത്തിനിടയിൽ മുങ്ങിപ്പോയ ചോദ്യങ്ങളുണ്ട്. ഇത് ഞാൻ എൻ്റെ അനുഭവമാണ് പറഞ്ഞത്. പക്ഷേ വളരെ കൃത്യമായി ഈ തരത്തിലേക്ക് മുഖ്യമന്ത്രിയെ ആ നിലയിൽ കൈകാര്യം ചെയ്യാൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ പറഞ്ഞ വാർത്താ സമ്മേളനങ്ങളിലേക്ക് വരുന്നൊരു ശൈലിയും രീതിയും കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളായിട്ടുണ്ട്. ഞാനത് പറയാൻ ഒരു കാര്യം കൂടിയുണ്ട് ശ്രീ പ്രേംകുമാർ. മേഘാനന്ദിൻ്റെ ഒരു പോസ്റ്റ് ഞാനിന്ന് വായിക്കുകയുണ്ടായി. അതുകൂടി ഒന്ന് വായിക്കേണ്ടതുണ്ടെന്ന് തോന്നി. നയതന്ത്ര സ്വർണ്ണക്കേസ് കത്തിച്ചു നിന്ന കാലത്തും ഈ മാധ്യമങ്ങൾ സമാനമായ നിലപാട് സ്വീകരിച്ചിരുന്നു. ഇന്ന് കൊല്ലത്ത് കണ്ടതുപോലെ എന്നായിരിക്കണം അദ്ദേഹം ഉദ്ദേശിച്ചത്. ഒരേ മാധ്യമത്തിൻ്റെ, ശ്രദ്ധിക്കണം, മുമ്പ് ചർച്ചയായതാണ്, ഒരേ മാധ്യമത്തിൻ്റെ 2ഉം 3ഉം പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ ഇരിക്കും. 4 ദൃശ്യമാധ്യമങ്ങളിൽ നിന്ന് മാത്രമായി 15 പേരാണ് പരസ്പരം കൂടിയാലോചിച്ച് തയ്യാറായി വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ രസകരമായ ഒരു കാര്യം കൂടി പറയാം. ഒരു വാർത്താ സമ്മേളനത്തിൽ, നവകേരള സദസ്സിൻ്റെ വാർത്താ സമ്മേളനത്തിൽ ചെല്ലുമ്പോൾ എന്നോട് മറ്റ് 2-3 മാധ്യമപ്രവർത്തകർ വളരെ സരസമായി പ്രേംകുമാർ എന്നോട് ചോദിച്ചു, ചേട്ടൻ 1.5 മിനിറ്റ്, ഞങ്ങൾക്ക് 1.5 മിനിറ്റ് എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? നിങ്ങൾ മാത്രമാണോ? അല്ല, ഞങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഈ സോക്കോൾഡ് മാധ്യമങ്ങളുടെ ഒരു കൺസോർഷ്യത്തെ വെച്ചിട്ടാണ് പ്രേംകുമാർ പറയുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി 1.5 മിനിറ്റ് എന്ന് പറയുന്ന നിലയുണ്ട്. മേഘാനന്ദ് ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്, 15 പേരാണ്, 4 ദൃശ്യമാധ്യമങ്ങളിൽ നിന്ന് മാത്രമായി 15 പേരാണ് പരസ്പരം കൂടിയാലോചിച്ച് തയ്യാറായി വരുന്നത്. ഒരു ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു തീരും മുൻപ് സംഘടിച്ചെത്തിയവർ ഒന്നിച്ച് ചോദ്യമുന്നയിക്കും. മിക്കവാറും 1-2 ചാനലുകളുടെ 1-ലധികം പ്രതിനിധികൾ പ്രകോപനപരമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. മുഖ്യമന്ത്രി മറുപടി പറഞ്ഞാലും മറ്റൊരു റിപ്പോർട്ടർ അതേ ചോദ്യം വേറൊരു രീതിയിൽ ആവർത്തിക്കും. അപ്പോൾ ഇതാണ്, ഭരണ നേട്ടങ്ങൾ വിശദീകരിക്കാനാണ് മുഖ്യമന്ത്രി കൂടുതൽ സമയം വിനിയോഗിക്കുക. ഇത് കലക്കാനാണ് ബഹളം. സ്വാഭാവികമായി ആർക്കും ഈർഷ്യയുണ്ടാകും. ഉടൻ നിലവിട്ട് മുഖ്യമന്ത്രി, ക്ഷുഭിതനായി പിണറായി തുടങ്ങിയതുപോലെയുള്ള കാർഡുകൾ നേരത്തെ തയ്യാറാക്കി വെച്ച് ഒന്നിനു പുറകെ ഒന്നായി ഇറക്കും. രാത്രി അതിൽ തൂങ്ങി അന്തിച്ചർച്ച. ശ്രദ്ധിച്ചാൽ ഈ പാറ്റേൺ വ്യക്തമായി കാണാം. ശ്രീ പ്രേംകുമാർ, താങ്കളുടെ അഭിപ്രായം, കാഴ്ചപ്പാട്. യെസ്, അതായത് ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്നുള്ള അവസ്ഥയിൽ നിന്ന്, ഒരു മുഖ്യമന്ത്രി എന്നുള്ള ഒരു സാധാരണ സ്റ്റേച്ചറിൽ നിന്ന് ലോകം ശ്രദ്ധിക്കുന്ന ഒരു സ്റ്റേറ്റ്സ്മാൻ എന്നുള്ള അവസ്ഥയിലേക്ക് പിണറായി വിജയൻ ട്രാൻസ്ഫോം ചെയ്തത് 2018 പ്രളയകാലത്ത് നടത്തിയ പത്രസമ്മേളനങ്ങളിലൂടെയായിരുന്നു. പിന്നെ അതിനുശേഷം കോവിഡ് മഹാമാരി വന്ന കാലത്തും. ഇതിനെപ്പറ്റി ഒരുപക്ഷെ ആദ്യം ഏറ്റവും നന്നായിട്ട് എഴുതിയിട്ടുള്ളത് നമ്മുടെ മുരളീധുമാര കൂടിയാണ്. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനങ്ങൾ എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് ലോകത്ത് ഒരിടത്തും ഒരു ഭരണാധികാരിയും ചെയ്യാത്ത രീതിയിൽ അദ്ദേഹം മീഡിയയെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത്. അതിന്റെ ഒരു രസം എന്ന് വെച്ചാൽ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാധ്യമ വിചാരണയ്ക്കും മാധ്യമ അക്രമങ്ങൾക്കും അതിക്രമങ്ങൾക്കും വിധേയനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവുമാണ് പിണറായി വിജയൻ. 2ാം ടേമിലേക്ക് പോകുന്ന സമയത്ത് 2021 ഇതേപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനങ്ങൾ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇടവിട്ടാണ് ഉണ്ടായിരുന്നത്. ഇന്നുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ, മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. കാരണം ഇതിനെപ്പറ്റി സംസാരിക്കുന്ന ആളുകളെല്ലാം പറഞ്ഞു തുടങ്ങുന്നത് ജോൺ ബ്രിട്ടാസിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ജോൺ ബ്രിട്ടാസ് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പത്രസമ്മേളനം നടത്തിയിട്ടുള്ള, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പത്രസമ്മേളനം നടത്തിയിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന്. അതാണ് ഇവർ കൃത്യമായിട്ടൊരു ക്യൂ ആയിട്ട് ഒരു അപകട സാധ്യതയായിട്ട് കണ്ടത്. അത് മാത്രമല്ല ശരത്, ഇത്രയും ദിവസവും നമ്മൾ കണ്ടിരുന്നത് എല്ലാ ദിവസവും രാവിലെ പിണറായി വിജയൻ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുമായിരുന്നു.
കഴിഞ്ഞ 4-5 ദിവസമായിട്ട് അത് മാത്രമല്ല, രാവിലെ പിണറായി വിജയന്റെ ഒരു പത്രസമ്മേളനം ഉണ്ടാവും, വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം എം സ്വരാജ് എറണാകുളത്ത് പത്രക്കാരെ കാണും. ഇങ്ങനെ നടക്കുന്ന പത്രസമ്മേളനങ്ങളിലാണ് വളരെ കൃത്യമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നെറേറ്റീവ് പൊളിക്കുക എന്നുള്ള വളരെ കൃത്യമായ അജണ്ടയാണത്. അതിൽ അവസാനം എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ ആളുകൾ ആരും നിഷ്പക്ഷ പത്രപ്രവർത്തകരാണെന്നോ നിഷ്പക്ഷ ജേർണലിസ്റ്റുകളാണെന്നോ നമ്മൾ ആരും വിശ്വസിക്കേണ്ടതില്ല. ഇല്ലതാനും അതെന്താ ഈ അങ്ങനെ പറയാൻ ഇലക്ഷനിൽ കാര്യം? മത്സരിക്കുന്ന കോൺഗ്രസ്, ഞാൻ രാഷ്ട്രീയ പൊളിറ്റിക്കൽ വിശ്വാസത്തിന്റെ കാര്യമല്ല പറയുന്നത്, അത് ആർക്കും ആവാം, ഏത് പത്രപ്രവർത്തനം ആവാം. പക്ഷെ ഈ ഇലക്ഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ കൂടെ നിന്ന് മരണം വരെ കോൺഗ്രസ് തന്നെയായിരിക്കും, കോൺഗ്രസിനെ ജയിപ്പിക്കാനാണ് ഞാനെന്നൊക്കെ ഫോട്ടോ ഇട്ട് ആഘോഷിക്കുന്ന ആളുകളാണ് പിന്നാലെ പോയിട്ട് ചോദ്യം ചോദിക്കുന്നത്. പിന്നെ നമുക്കറിയാം, വി.ഡി. സതീശൻ മീഡിയയെ ബ്രീഫ് ചെയ്യാറുണ്ട്, ഇറങ്ങി വരുന്ന സമയത്തും പോകുന്ന സമയത്തും ഒക്കെ പറഞ്ഞു പോവാറുണ്ട്. പിണറായി വിജയൻ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. ഇപ്പൊ കുറച്ചു കാലമായിട്ട് ചെയ്യാറില്ല. പ്രസ് കോൺഫറൻസ് മാത്രമേ നടത്താറുള്ളൂ. അതിലും സമയത്തിന്റെ കൃത്യത എന്നുള്ളത് വളരെ കണിശമാണ്. 1 മണിക്കൂർ സമയം എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ തന്നെയാണ്, 50 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 50 മിനിറ്റ് തന്നെയാണ്, എപ്പോഴും അങ്ങനെ തന്നെയാണ്. അതിനുശേഷമുള്ള സമയത്ത് അനുവദിക്കപ്പെടുന്ന സമയത്തിനുള്ളിൽ പറ്റാവുന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയും. അതിനുശേഷം ബാക്കി നമുക്ക് നാളെ ആവാമെന്ന് പറയും. ഒരു പത്രസമ്മേളനത്തിൽ കൂടിയിട്ടുള്ള മുഴുവൻ ആളുകളുടെയും മനസ്സിലുള്ള സകല ചോദ്യങ്ങളും ചോദിച്ചു കഴിയുന്നവരെ ഒരാൾക്കും നിൽക്കാൻ പറ്റില്ല. ഇന്നും അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കൈരളിയിലല്ലല്ലോ, നിങ്ങൾ മനോരമയിലാണല്ലോ എന്നല്ല. ഇങ്ങനെ കേരളത്തിൽ മറുപടി പറഞ്ഞിട്ട് 2 ആൾക്കാരാണ്. ഒന്ന് നമ്മളുടെ തൊട്ടു മുമ്പത്തെ ഗവർണർ ആയിരുന്നു, നോ കൈരളി നോ മീഡിയ വൺ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ പല ആവർത്തി പറഞ്ഞത് ഈ ഹാളിൽ നിന്ന് ഞാൻ ഇറക്കി വിടും, ഭീഷണി തന്നെയാണ്, കൈരളിക്കാരനെ ഇറക്കി വിടുന്നു പറഞ്ഞത് സാക്ഷാൽ വി.ഡി. സതീശനായിരുന്നു. കഴിഞ്ഞ ദിവസം ചോദ്യം ചോദിച്ച എന്താ പറയാ, നിങ്ങളുടെ 24 മണിക്കൂർ കൊണ്ട് ലിസ്റ്റ് വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ എന്ന് ഡൽഹിയിൽ നിന്ന് ചോദിച്ച ആൾക്കാരോട് വി.ഡി. സതീശൻ പറഞ്ഞത് നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലടേ എന്നാണ്. നോക്കൂ, ഒരു ഡൽഹി സീനിയർ ജേർണലിസ്റ്റുകളോട് മൊത്തത്തിൽ ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലടേന്ന്. വേറൊരാളോട് പറയുന്നതിൻ്റെ അകത്ത് ഇത്തരം ഒരു ചർച്ചയിൽ പറയാൻ പറ്റാത്ത വാക്ക്, അദ്ദേഹത്തിന്റെ ബോഡിയിലെ എൻഗേജ്മെന്റ് സാധനങ്ങളൊക്കെ താൻ ഇതിനെ കുറെ ദിവസമായല്ലോ ചോദിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആളുകളോട്, പത്രക്കാരോട് തീർത്തും അമാന്യമായിട്ട് പ്രതികരിക്കുന്നത് നിവൃത്തികേട് കൊണ്ട് ഉത്തരങ്ങൾ ഇല്ലാതായി പോകുന്ന സമയത്ത് വി.ഡി. സതീശനാണ്. അതുപോലെ തന്നെ പ്രേംകുമാർ, ഇന്നലെ ഈ ഹരിയാന കോഴ കേസുമായി ബന്ധപ്പെട്ട് ദില്ലിയിൽ നിന്ന് വന്നിറങ്ങുമ്പോൾ ഈ കാര്യം ചോദിക്കുമ്പോൾ കെ.സി. വേണുഗോപാൽ എങ്ങനെയാണ് പ്രതികരിച്ചത്? എടോ പോടോ താൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള രീതിയിലാണ് അദ്ദേഹം ചോദ്യം കേൾക്കുമ്പോൾ അതിന് മറുപടി പറയാൻ ശ്രമിച്ചത്. താങ്കൾ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. അതിന്റെ രസം എന്താ വെച്ചാല്, കെ.സി. വേണുഗോപാൽ പറഞ്ഞത് എന്നോട് എത്ര ചോദ്യം വേണമെങ്കിലും ചോദിക്കാം, ഞാൻ വീട്ടിൽ പോയി ചോദിക്കാൻ പറയില്ല എന്നാണ്. പക്ഷെ ചോദ്യം ചോദിച്ച ആളെ അയാളുടെ പാർട്ടിക്കാർ തല്ലിച്ചതക്കിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് സെൽഫി എടുക്കാൻ കയറിയ അന്ന് മുഖ്യമന്ത്രിയുടെ അടുത്ത് ഒരു പെൺകുട്ടി സെൽഫി എടുക്കാൻ നോക്കി, അപ്പൊ അദ്ദേഹം തിരക്കിൽ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞായിരുന്നു കേരളം മുഴുവൻ കലാപം ഉണ്ടായിരുന്നത്, ഭയങ്കര ബഹളം ഉണ്ടായിരുന്നത്, ഇവിടുത്തെ സാംസ്കാരികന്മാരൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. ഇന്നതാ ശശി തരൂരിന്റെ അടുത്ത് സെൽഫി എടുക്കാൻ നോക്കിയ ഒരു അംഗപരിമിതനായ ഒരു യുവാവിനെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ മർദ്ദിക്കുന്ന സീന് ഇതാ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. 20-ലധികം ജേർണലിസ്റ്റുകളുമായിട്ടാണ് മുഖ്യമന്ത്രി ഇന്റർവ്യൂ നടത്തിയിട്ടുള്ളത്. 1/2 മണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂർ ഇരുന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ സുജിത് ഭക്തൻ വരെ ഉണ്ടായിരുന്നു. സുജിത് ഭക്തന്റെ ആദ്യത്തെ ചോദ്യം ഞാനത് വളരെ വളരെ കൗതുകത്തോടെ കേട്ടിരുന്നു. ആദ്യത്തെ ചോദ്യം, എനിക്ക് CM-ന് ഇന്റർവ്യൂ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ കടക്ക പുറത്തു എന്ന് പറയോ എന്നൊരു പേടിയെന്നാണ്. അതിന് CM പറഞ്ഞ മറുപടി നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ആ പണ്ടത്തെ ഒരു സിനിമ ഉണ്ടായിരുന്നില്ലേ, കേറി വാടാ മക്കളെ എന്നാണ് പറയാനുള്ളതെന്ന്. മുഴുവൻ ചോദ്യങ്ങൾക്കും, അത് ശൈലജ ടീച്ചറെ പറ്റിയും മുഹമ്മദ് റിയാസിനെ പറ്റിയും കുടുംബത്തെ പറ്റിയും സകല കാര്യങ്ങളെ പറ്റിയും സകല ജേർണലിസ്റ്റുകളും അനുവദിച്ച സമയത്ത് അനുവദിച്ച രീതിയിൽ രണ്ടുപേരും പ്രീ ഫിക്സ് ചെയ്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതാണ് ചെയ്യേണ്ടത്. മുഖ്യമന്ത്രിയുടെ പണി എന്ന് പറയുന്നത് മുഴുവൻ പത്രക്കാർക്കും ചോദിക്കാനുള്ള ചോദ്യങ്ങൾക്ക് മുഴുവൻ നിന്നു കൊടുക്കാനല്ല, ആരുടെയും പണിയല്ല, അത് ഒരാളുടെയും പണിയല്ല, പ്രതിപക്ഷ നേതാവിന്റെയും പണിയല്ല. പക്ഷെ ഒരിക്കലും ടഫായ ചോദ്യങ്ങളോട്, ഉത്തരമില്ലാതായി പോകുന്ന ചോദ്യങ്ങളോട് എനിക്കത് അറിയില്ല, ഞാനത് നോക്കിയിട്ട് പറയാം എന്നൊക്കെ അല്ലാതെ ഒരിക്കലും അമാന്യമായിട്ട് അദ്ദേഹം പെരുമാറാറില്ല, പത്രക്കാരോട് പെരുമാറാറില്ല. പിന്നെ പിണറായി വിജയന്റെ പ്രതികരണങ്ങൾക്ക് അതിൻ്റെതായ ഒരു രീതിയുണ്ട്, അദ്ദേഹം ആളുകളോട് ഇടപെടുന്നതിന് അതിൻ്റെതായ ഒരു രീതിയുണ്ട്. ഒരു ആൾക്കൂട്ടത്തിന് നടുവിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതല്ല അദ്ദേഹത്തിന്റെ ശൈലി. അതിന്റെ ഗുണം കേരളം കണ്ടിട്ടുള്ളതാണ്. കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതിലാണ് പിണറായി വിജയൻ ഗവൺമെന്റിന്റെയും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ളതും ആയിട്ടുള്ള എന്താ പറയാ ഫോക്കസ്. കൃത്യമായ ചോദ്യങ്ങൾ, അതിന് കൃത്യമായ മറുപടികൾ. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. കോവിഡ് സമയത്തെ പത്രസമ്മേളനങ്ങൾ നോക്കി അറിയാം നമുക്ക്. 50 മിനിറ്റ് സമയം ആ ദിവസത്തെ സകല കാര്യങ്ങളും എണ്ണി എണ്ണി പറയും മുഖ്യമന്ത്രി.
പത്രക്കാര്, നിങ്ങളടക്കമുള്ള പത്രക്കാർ ചോദിക്കുന്നതൊക്കെയാണ് അവിടെയുള്ള ഒരു പൂച്ചയ്ക്ക് ഇത് കിട്ടിയില്ലല്ലോ, അവിടെ ഒരു കാർ അവിടെ ഉറഞ്ഞല്ലോ എന്നുള്ള വിഷയവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ചോദ്യങ്ങളാണ് ചോദിച്ചിരുന്നത്. അതിനെയൊക്കെ കേരളം സഹിച്ചിട്ടുണ്ട്, അതിനെയൊക്കെ ഈ മുഖ്യമന്ത്രി സഹിച്ചിട്ടുണ്ട്. നാളെയും അദ്ദേഹം പത്രക്കാരെ കാണുന്നുണ്ടാവും. പറയുന്ന അനുവദിക്കപ്പെട്ട സമയം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കുറെ പ്രോഗ്രാംസ് ഉണ്ട്. അതിനിടയ്ക്ക് പത്രസമ്മേളനത്തിന് അനുവദിക്കപ്പെട്ട സമയത്ത് തീരുന്ന സമയം വരെ അദ്ദേഹം ചോദ്യങ്ങളെ ഫേസ് ചെയ്യുന്നുണ്ടാവും, മറുപടി പറയുന്നുണ്ടാവും. ഈ മാതിരി PR ക്യാമ്പയിനുകൾ കൊണ്ടൊന്നും പിണറായി വിജയൻ എന്ന് പറഞ്ഞ മനുഷ്യന് കഴിഞ്ഞ 10 വർഷത്തെ അനുഭവം വെച്ചിട്ട് മലയാളികളുടെ മനസ്സിലുള്ള ഇമേജ്, വിശ്വാസം, ട്രസ്റ്റ് കളയാനൊന്നും പറ്റുകയേയില്ല. ഇവര് മനസ്സിലാക്കിയിരിക്കുന്നു മൂന്നാം ടേം എന്നുള്ളത് LDF ഉള്ളത് തന്നെയാണെന്ന്. മുസ്ലിം ലീഗ് പറയുന്നത് എന്താണ്? ഞങ്ങൾ ഉപമുഖ്യമന്ത്രി പദം ആവശ്യപ്പെടില്ല എന്നാണ്. രാഹുൽ ഗാന്ധി പറയുന്നത് മുഖ്യമന്ത്രിയായി വരേണ്ടത് പുരുഷനല്ല എന്നാണ്. കെ സുധാകരൻ, രമേശ് ചെന്നിത്തല രാഹുൽ ഗാന്ധി പാരഡി വരെ പാടാൻ തയ്യാറായി എന്നുള്ള അവസ്ഥയിലാണ്. ഞാൻ ഇടവേളയിലേക്ക് പോവാണ്. രാഹുൽ ഗാന്ധി പാരഡി ഗാനം പാടാൻ വരെ സന്നദ്ധനായി നിൽക്കുന്ന ഒരു കോൺഗ്രസ് രാഷ്ട്രീയ പരിസ്ഥിതി ഗംഭീരമായിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രിയുടെ മറുപടി അത് കുറച്ച് കടുത്തു പോയല്ലോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ പോയി എനിക്ക് സംശയം, എനിക്ക് എൻ്റെ ഒരു സംശയം, പിണറായി വിജയൻ ഇങ്ങനെ കേരളത്തിലേക്ക് വരാൻ പോകുന്ന രാഹുൽ ഗാന്ധി ഈ പാരഡി ഗാനവും പാടും എന്ന് കണ്ടുകൊണ്ട് ദീർഘവീക്ഷണത്തോടെ പറഞ്ഞതാണോ എന്നൊക്കെ തോന്നിപ്പോയി ഇന്ന് സത്യത്തിൽ അത് കേട്ടപ്പോ. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ മെന്റലിസ്റ്റ് ആദിയുടെ ഷോ കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളി ഇങ്ങനെ നേരത്തെ മെന്റലിസ്റ്റ് ആണോ എന്ന് സംശയം തോന്നുന്നു. ശരി, ഏതായാലും ഞാൻ ഇടവേളയിലേക്ക് പോകുമ്പോൾ ഇത് ഒരു സന്ദർഭമായ ഒരു കാര്യം കൂടി പറയാം. മലയാള മനോരമയുടെ അവരുടെ സർവേയുമായി ബന്ധപ്പെട്ട തലക്കെട്ട് കണ്ട മലബാറിലാകെ UDF തരംഗം എന്നാണ് തലക്കെട്ട്. അതിനകത്തേക്ക് പോകുമ്പോൾ കാസർഗോഡ് ഇടത് മുൻതൂക്കം, കണ്ണൂർ ഇടത് ആധിപത്യം, ഓരോ ജില്ല അങ്ങനെ എഴുതിയിരിക്കാം. മലപ്പുറത്ത് 2 സീറ്റ് വരെ കിട്ടാം, അല്ലെങ്കിൽ 3 സീറ്റ് വരെ കിട്ടാം. മലപ്പുറത്താണ് ലീഗിന് കുറച്ചുകൂടി ഒരു എഡ്ജ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഞാനപ്പോൾ മനസ്സിൽ വിചാരിച്ചു, എന്നാൽ പിന്നെ മലപ്പുറത്ത് തരംഗം എന്ന് എഴുതിയാൽ പോരെ എന്ന് പറഞ്ഞിട്ട് ഈ തലക്കെട്ടും വാർത്തയും തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത വിധത്തിലേക്ക് പോളിനെ സമീപിച്ച ഒരു അവസ്ഥ കൂടി പെട്ടെന്ന് ഓർത്തു പോയതാണ്.